എൻഎച്ച് മാത്രം പിടിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ ഇതുപോലത്തെ ടൗണുകളിലേക്കൊക്കെ ഒന്നിങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മൾ എൻഎച്ചിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് ധാബുകളായിരിക്കാം. ധാബുകളിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ കറികളൊക്കെ തന്നെ സ്റ്റാർട്ടിങ് 200ൻ്റെ മേലേക്കൊക്കെയാണ്. ഇനി വെജിറ്റബിൾ ആണെങ്കിൽ തന്നെ 120, 130, 150 ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ തന്തൂർ റൊട്ടി കാര്യങ്ങളൊക്കെ 25 രൂപ, 30 രൂപ ആ റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 2-3 റൊട്ടിയൊക്കെ നമ്മൾ കഴിക്കൂലേ, അപ്പോൾ അതിന് 100 രൂപേൻ്റെ അടുത്ത് ബില്ലായി. നമ്മുടെ നാട്ടിലെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻ്റാണ്. അങ്ങനെ നമ്മൾ ഇതുപോലത്തെ ടൗണിലേക്കൊക്കെ ഒന്നുകൂടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഒരു നേരത്തെ ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കാൻ കഴിയും. കറിയും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റായിട്ടാണ് ഇവിടെ കിട്ടുക. ഞാനിവിടുന്ന് 2 ദോശ, അതായത് ഒരു കാരൻ ദോശയും പിന്നീട് ഒരു ദോശയും പിന്നീട് ഒരു സെറ്റ് പൂരിയും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി എനിക്ക് ആയത് 90 രൂപയാണ്. ഇതിൻ്റെ കൂടെ കറിയും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ധാബകളൊക്കെ പിടിക്കുമ്പോൾ ധാബകളിൽ പിന്നെ വരുന്ന പ്രശ്നങ്ങൾ, അവിടെ മദ്യപാനത്തിനൊക്കെ പല ഏരിയകളും ഇവർ ഡിവൈഡ് ആക്കിയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പല കൗണ്ടറുകളിലും മദ്യം അവിടെ തന്നെ കിട്ടുന്ന സമീപനമൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാബകളിലുള്ള മെയിൻ പ്രശ്നങ്ങളാണ് അതൊക്കെ. പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടതൊക്കെ വരും. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഗുണ്ടായിസ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പല ധാബകളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. എല്ലാ ധാബകളും ഉണ്ട്, എല്ലാം മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമുക്ക് ധാബകളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ വണ്ടികളിലുള്ള കച്ചവടം ആണെങ്കിൽ കൂടി നമുക്ക് എൻഎച്ചിൽ ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കടകൾ കാണാം ഇതുപോലത്തെ ഫാമിലി ആയിട്ട് തന്നെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് വൃത്തിയുടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ വണ്ടിയിലിരുന്ന് കഴിക്കണ ആ ഒരു രീതിക്കൊക്കെ മാറ്റാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയത്. ആന്ധ്രാപ്രദേശിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, അലഗാഡ എന്ന് പറയുന്ന ടൗണിൽ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ വെള്ളം കിട്ടുന്നൊരു ഷോപ്പ് കണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. ഇവിടുന്ന് ഒരു വെള്ളത്തിന് ഒരു ക്യാൻ വെള്ളത്തിന് 10 രൂപയാണ് വരുന്നത്. 4 ക്യാൻ എടുത്തു, 40 രൂപ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു സെറ്റെല്ലാം തന്നെ തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ 90 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇതുപോലെ എല്ലാ ഐറ്റം 3 ഐറ്റം കറികളും, ഒരു കാരൻ ദോശയും 2 പ്ലെയിൻ ദോശയും പിന്നീട് 2 പൂരിയും അടങ്ങുന്ന ഈ ഒരു സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.